നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആവേശാരവങ്ങളിൽ ആറാടി ചീരംകുളം താലപ്പൊലി ആഘോഷം. ദേവസ്വം ഉൾപ്പെടെ 26 കമ്മിറ്റികളിൽ നിന്നായി കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരുന്നത് 50ഓളം ഗജവീരന്മാർ. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം. പെരുമ്പിലാവ് അൻസാർ കോളേജിൽ നടന്നുവരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവം കൊടിയിറക്കത്തിലേക്ക്. കിരീട പോരാട്ടത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റും തൃശൂർ സെന്റ് തോമസും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം. 74 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ ക്രൈസ്റ്റിന് 190ഉം സെന്റ് തോമസിന് 183 പോയിന്റുകൾ. കലാമേളത്തിന് നാളെ പരിസമാപ്തിയാകും. കുന്നംകുളം നഗരത്തിലെ മെഡിക്കൽ ഹോൾസെയിൽ വ്യാപാര സ്ഥാപനത്തിൽ ശനിയാഴ്ച രാത്രിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ CMS സ്കൂളിന് എതിർവശത്തുള്ള MC അവന്യൂവിലെ മെഡിക്കൽ ഹോൾസെയിൽ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്ന് നിഗമനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും വിവാഹത്തിനും അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. മകരമാസത്തിലെ അവസാന ഞായറാഴ്ചയായതിനാലാണ് വിവാഹ തിരക്ക് വർദ്ധിച്ചത്. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി. എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. ആവേശാരവങ്ങളിൽ ആറാടി ചീരംകുളം താലപ്പൊലി ആഘോഷം. ചമയങ്ങൾ അണിഞ്ഞ് തിടമ്പേറ്റിയ കരിവീരചന്തവും കൊട്ടിക്കയറിയ പാണ്ടിമേളത്തിന്റെ ആവേശവും സമന്വയിച്ച പൂരാഘോഷം ആവേശമായി. ദേവസ്വം ഉൾപ്പെടെ 26 കമ്മിറ്റികളിൽ നിന്നായി കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നത് 50ഓളം ഗജവീരന്മാർ. 2 ദിവസങ്ങളിലായി നടന്ന ചീരംകുളം താലപ്പൊലി മഹോത്സവം പൂരപ്രേമികൾക്ക് മറക്കാനാകാത്ത അനുഭവമായി. ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പൂരാഘോഷത്തിന് ജനം ഒഴുകിയെത്തി. ഞായറാഴ്ച പുലർച്ചെ മുതൽക്കേ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ ആരംഭിച്ചു. ഉച്ചയ്ക്കൊന്നിന് എഴുന്നള്ളിച്ച ദേവസ്വം പൂരത്തിൽ എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് ദേവിയുടെ തിടമ്പേറ്റി. വൈകിട്ട് 3ഓടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 25 കമ്മിറ്റികളുടെ പൂരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. വൈകിട്ട് 5-ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ വിവിധ കമ്മിറ്റികളിൽ നിന്നായി തലയെടുപ്പുള്ള 50 ഗജവീരന്മാർ അണിനിരന്നു. മേളപ്രമാണി വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിൽ 70-ൽ പരം കലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളം പൂരപ്രേമികളെ ആവേശത്തിലാഴ്ത്തി. രാത്രി പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന ഗാനമേളയും അർദ്ധരാത്രി 12 മണിയോടെ തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് തുടങ്ങിയ വാദ്യവിരുന്നുകളും നടക്കും. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്ക് കോതമംഗലം മനയ്ക്കൽ നിന്നും പറയെടുത്ത് പള്ളിത്താലത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നതോടെ സമാപന ചടങ്ങുകൾക്ക് തുടക്കമാകും. താലം തെളിയിക്കൽ, വെളിച്ചപ്പാടേറ്റൽ, പാനപൂജ എന്നിവയ്ക്ക് ശേഷം ഗുരുതി തർപ്പണത്തോടെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് സമാപ്തിയാകും. താലപ്പൊലിയുടെ ഭാഗമായി ശനിയാഴ്ച നടന്ന വേലയും ഞായറാഴ്ച നടന്ന പൂരമഹോത്സവവും CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്തു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും. ചീരംകുളം വേലയോടനുബന്ധിച്ച് ഇന്നലെ നടന്ന ഗാനമേളയ്ക്കിടെ പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർത്ത യുവാവ് പിടിയിൽ.
ആർത്താറ്റ് സ്വദേശിയും നിലവിൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരനുമായ ഒല്ലേക്കാട്ട് വീട്ടിൽ 24 വയസ്സുള്ള അദീബിനെയാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത്. ശനിയാഴ്ച രാത്രി 9:30യോടെയാണ് സംഭവം. വേലയുടെ ഭാഗമായി നടന്ന ഗാനമേളയ്ക്കിടെ ലഹരിക്ക് അടിമപ്പെട്ട പ്രതി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. പ്രതിയെ സ്റ്റേഷനിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. പൊതുമുതൽ നശിപ്പിച്ചതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തു. അര കിലോയിലേറെ വരുന്ന രാസലഹരിയുമായി കുന്നംകുളം സ്വദേശികളായ 2 പേരെ പോലീസ് പിടികൂടി. അടുപ്പുട്ടി സ്വദേശികളായ മുത്തലശ്ശേരി വീട്ടിൽ 24 വയസ്സുള്ള അക്ഷയ്, ചെറുവത്തൂർ വീട്ടിൽ 24 വയസ്സുള്ള റെവിൻസ് എന്നിവരാണ് പിടിയിലായത്. ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും പീച്ചി പോലീസും സംയുക്തമായി മുടിക്കോട് വെച്ച് നടത്തിയ പരിശോധനയിലാണ് കുന്നംകുളം അടുപ്പുട്ടി സ്വദേശികളായ 2 യുവാക്കളെ പിടികൂടിയത്. 500 ഗ്രാമിലധികം വരുന്ന അതിമാരക രാസലഹരിയായ MDMA-യുമായാണ് യുവാക്കൾ അറസ്റ്റിലായത്. ബാംഗ്ലൂരിൽ നിന്നും സ്വിഫ്റ്റ് കാറിലാണ് പ്രതികൾ MDMA കടത്തിയത്. പരിശോധനയിൽ പോലീസ് സംഘം കാറിൽ നിന്നും ലഹരി കണ്ടെടുത്തു. MDMA കുന്നംകുളം കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. കുന്നംകുളം നഗരത്തിലെ മെഡിക്കൽ ഹോൾസെയിൽ വ്യാപാര സ്ഥാപനത്തിൽ ശനിയാഴ്ച രാത്രിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്ന് നിഗമനം. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ CMS സ്കൂളിന് എതിർവശത്തുള്ള MC അവന്യൂവിലെ മെഡിക്കൽ ഹോൾസെയിൽ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. കുന്നംകുളത്തുനിന്ന് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നേരത്തെ AP മെഡിക്കൽസിന്റെ കീഴിൽ ഉണ്ടായിരുന്ന 2 നില മെഡിക്കൽ ഗോഡൌണാണ് അഗ്നിക്കിരയായത്. ഇപ്പോൾ മിഖായേൽ മെഡിക്കെയർ പ്രൈവറ്റ് ലിമിറ്റഡാണ് സ്ഥാപനം നടത്തിവരുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഉള്ളിലുണ്ടായിരുന്ന മുഴുവൻ മരുന്നുൽപ്പന്നങ്ങളും ഗോഡൌണും പൂർണ്ണമായും അഗ്നിക്കിരയായി. കടയ്ക്കുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് പരിസരവാസികളാണ് വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. ജനവാസമുള്ള മേഖലയായതിനാൽ വലിയ ജാഗ്രതയോടെയായിരുന്നു രക്ഷാപ്രവർത്തനം. ഗോഡൌണിന്റെ പുറത്തേക്ക് വ്യാപിക്കും മുമ്പ് തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തി. പെരുമ്പിലാവ് അൻസാർ കോളേജിൽ നടന്നുവരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവം കൊടിയിറക്കത്തിലേക്ക്. കലാമേളം എന്ന പേരിൽ നടക്കുന്ന യുവതയുടെ സർഗവിരുന്ന് 4 ദിവസം പിന്നിടുമ്പോൾ കലാകിരീടത്തിനായി ഇഞ്ചോടിഞ്ച് മത്സരം. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കലാമേളയുടെ ആദ്യ ദിനം മുതൽ പോയിന്റ് നിലയിൽ മുന്നിലുണ്ടായിരുന്ന തൃശൂർ സെന്റ് തോമസിനെ പിന്നിലാക്കി കഴിഞ്ഞ തവണത്തെ ജേതാക്കളായ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഒന്നാമതെത്തി. 74 ഇനങ്ങളിലെ ഫലം വന്നപ്പോൾ 190 പോയിന്റുമായിട്ടാണ് ക്രൈസ്റ്റിന്റെ മുന്നേറ്റം. 183 പോയിന്റുമായി തൃശൂർ സെന്റ് തോമസ് കോളേജ് തൊട്ടു പിന്നിലുണ്ട്. ഇരിങ്ങാലക്കുടയിലെ സെന്റ് ജോസഫ് കോളേജ് 80 പോയിന്റുമായി 3-ാം സ്ഥാനത്താണ്. ഇന്ന് നാടോടി നൃത്തം, തിരുവാതിര, മോഹിനിയാട്ടം, കേരള നടനം, മാപ്പിളപ്പാട്ട്, തുകൽവാദ്യങ്ങൾ എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. കലോത്സവം നാളെ സമാപിക്കും. എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ഫാത്തിമ മാതാവിന്റെ കപ്പേളയിൽ പ്രസുതേന്തി വാഴ്ചയോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് ദേവാലയത്തിലേക്ക് പ്രദക്ഷിണവും ഫാദർ ലിജോ പൊറത്തൂർ കാർമ്മികനായ ദിവ്യബലിയും വൈകിട്ട് 7 മണിക്ക് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും തുടർന്ന് കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, കിരീടം എന്നിവയുടെ ആശീർവാദവുമുണ്ടായി. രാത്രി 10 കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ്, കിരീടം എന്നിവയുടെ എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. ഞായറാഴ്ച രാവിലെ 7 ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവയും 10:30 ചേർത്തല കപ്പുച്ചിൻ ആശ്രമത്തിലെ ഫാദർ ലിൻഡോ കോന്നിക്കര മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു.
ചെന്നായിപ്പാറ ദിവ്യകാരുണ്യാശ്രമത്തിലെ ഫാദർ മാത്തു തുണ്ടത്തിൽ തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് 4:30 ഇടവകാംഗവും ഫ്ലോറിഡ ഹോളി റോസറി ആൻഡ് റിച്ചാർഡ് ചർച്ചിലെ വൈദികനുമായ ഫാദർ ബേബി ഷെപ്പേർഡ് കാർമ്മികനായുള്ള ദിവ്യബലിയുമുണ്ടായി. ശേഷം വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും വഹിച്ച് ഇടവക വിശ്വാസികൾ അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടന്നു. പ്രദക്ഷിണം സമാപിച്ച ശേഷം വൈകിട്ട് 7 ഫാൻസി വെടിക്കെട്ടും ബാൻഡ് വാദ്യവും അരങ്ങേറി. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ സെബി പുത്തൂർ, കൈക്കാരന്മാരായ സൈമൺ കാക്കശ്ശേരി, ആന്റണി പുറത്തൂർ, ജനറൽ കൺവീനർ ഡൊമിനിക് ഫ്രാൻസിസ് അറക്കൽ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ചാനൽ നമ്പർ 48 CCTV സിനിമാ ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും വിവാഹത്തിനും അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. 266 വിവാഹങ്ങളാണ് ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. മകരമാസത്തിലെ അവസാന ഞായറാഴ്ചയായതിനാലാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. പുലർച്ചെ 3 നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. പുലർച്ചെ 4 മണി മുതൽ താലികെട്ട് ആരംഭിച്ചു. തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. താലികെട്ടിനായി 5 മണ്ഡപങ്ങൾ സജ്ജമാക്കിയിരുന്നു. ഭക്തരെ ഒരു ദിശയിലേക്ക് മാത്രം കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിച്ചു. തെക്കേ നടയിൽ പട്ടർകുളത്തിനും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിനും ഇടയിലായി 2 കൗണ്ടറുകൾ ഒരുക്കിയിരുന്നു. വിവാഹ സംഘങ്ങൾ ഇവിടെ എത്തി രജിസ്റ്റർ ചെയ്ത് വിശ്രമിക്കാനായിരുന്നു ഇത്. ഒരേ സമയം 250 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. ക്ഷേത്രത്തിനകത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിച്ചില്ല. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ 9 മണിയോടെയാണ് അദ്ദേഹം ഗുരുവായൂരിൽ എത്തിയത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ 9:30 ക്ഷേത്രത്തിലെത്തി. ദർശനം നടത്തി പ്രസാദം സ്വീകരിച്ച് 10 മണിയോടെ തിരിച്ച് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തി. അവധി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയാൽ ഗവർണറും VIP ആകില്ല. ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിലെത്തിയ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് സാധാരണ ഭക്തർക്കുള്ള നെയ്വിളക്ക് ഷീട്ടാക്കിയാണ് ക്ഷേത്ര ദർശനം നടത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ VIP-കൾക്ക് വരി നിൽക്കാതെ ദർശനം നടത്താൻ സംവിധാനമുണ്ട്. എന്നാൽ അവധി ദിവസങ്ങളിൽ ഈ സൗകര്യം വൈകിട്ട് 4:30 മുതലാണ്. ഗവർണർ രാവിലെ 9 മണിയോടെയാണ് ഗുരുവായൂരിലെത്തിയത്. അതുകൊണ്ട് തന്നെ 4500 രൂപയുടെ നെയ്വിളക്ക് ഗവർണർ ഷീട്ടാക്കേണ്ടി വരുമെന്ന് ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ പറഞ്ഞു. ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിയ ഗവർണറെ അഡ്മിനിസ്ട്രേറ്റർ AB അരുൺകുമാർ പൊന്നാട ചാർത്തി സ്വീകരിച്ചു. അതിഥി മന്ദിരത്തിൽ അല്പസമയം വിശ്രമിച്ച് ദേവസ്വത്തിന്റെ പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം ബഗ്ഗിയിലാണ് ക്ഷേത്രത്തിലെത്തിയത്. ഗവർണറുടെ സന്ദർശനം കണക്കിലെടുത്ത് ക്ഷേത്രനഗരിയിൽ പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഇന്നർ, ഔട്ടർ റിംഗ് റോഡുകളിൽ ഉച്ചവരെ വൺവേ ഏർപ്പെടുത്തിയിരുന്നു. ബോംബ്, ഡോഗ് സ്ക്വാഡുകളുടെ പരിശോധനയും ഉണ്ടായിരുന്നു. 9:30 ക്ഷേത്രത്തിലെത്തിയ ഗവർണർ നാലമ്പലത്തിൽ പ്രവേശിച്ച് ഗുരുവായൂരപ്പനെ തൊഴുത് ദർശന സായുജ്യം നേടി 10 മണിയോടെ പുറത്തിറങ്ങി. മമ്മിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തി ഉച്ചയ്ക്ക് 12ഓടെയാണ് മടങ്ങിയത്. ലോകമെമ്പാടുമുള്ള സുറിയാനി വിശ്വാസികൾ അനീതെ ഞായർ ആചരിച്ചു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വികാരി ഫാദർ സജയ് ജോസും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. പ്രത്യേക പ്രാർത്ഥനയും ധൂപാർപ്പണവും നടത്തി. മരിച്ചുപോയവരുടെ ഓർമ്മയിലാണ് വലിയ നോമ്പിന് മുമ്പുള്ള ഞായറാഴ്ച അനീതെ ആചരിച്ചു വരുന്നത്. ഈ വർഷം ഫെബ്രുവരി 16-നാണ് വലിയ നോമ്പ് ആരംഭിക്കുന്നത്. മരണ കവാടം വഴികടന്ന് വാങ്ങിപ്പോയവരെ ജീവനോടിരിക്കുന്നവർ അനുഗമിക്കുകയും മഹത്വ പ്രത്യക്ഷതയിൽ ദൈവസന്നിധിയിൽ അവരെ മുഖാമുഖം കാണുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ 2ാമത്തെ വരവ് സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. നോമ്പ്, ഉപവാസം, പ്രാർത്ഥന എന്നിവ ഒത്തുചേരുന്ന ജീവിതശൈലി പിന്തുടരുന്ന വലിയ നോമ്പ് യഥാർത്ഥത്തിൽ മരണാനന്തര ജീവിതത്തിന്റെ മുൻകുറിയും പ്രതീകവുമാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സകല വാങ്ങിപ്പോയവരെയും ഒപ്പം ഉറ്റവരും ഉടയവരുമില്ലാതെ കടന്നുപോയ സകലരെയും പൊതുവായി സ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ദിനം കൂടിയാണ് അനീതെ ഞായർ. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലായി. ചാലിശ്ശേരിയിൽ യാക്കോബായ വിശ്വാസികൾ പൂർവികരുടെ കല്ലറകളിൽ പ്രാർത്ഥന നടത്തി. സഭാതർക്കം തുടരുന്ന ചാലിശ്ശേരിയിൽ യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിലെ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറകളിൽ ഞായറാഴ്ച പ്രാർത്ഥന നടത്തി. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികൾക്ക് സെമിത്തേരിയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയിരുന്നു.
സകല മരിച്ചുപോയ വിശ്വാസികളുടെ ഓർമ്മ പുതുക്കുന്ന ദിനമായ അനീതേ ഞായറാഴ്ച കല്ലറകളിൽ പ്രാർത്ഥിക്കാനുള്ള അനുമതി തേടി യാക്കോബായ വിഭാഗം സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി ഞായറാഴ്ച സെമിത്തേരിയിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്താനും കല്ലറകൾ വൃത്തിയാക്കാനും സംരക്ഷിക്കാനും പരിപാലിക്കാനും അനുമതി നൽകുന്ന വിധി പ്രസ്താവിക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ ഇടവകാംഗം വന്ധ്യ ജേക്കബ് കോർ എപ്പിസ്കോപ്പ കുർബാന അർപ്പിച്ചു. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ സഹകാർമ്മികനായി. തുടർന്ന് പള്ളിയിൽ പ്രതീകാത്മക ഖബറിങ്കൽ മരിച്ചവരെ അനുസ്മരിച്ച് വൈദികർ പ്രത്യേക പ്രാർത്ഥന നടത്തി. തുടർന്ന് ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിലെത്തി. മൺമറഞ്ഞുപോയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ തുടങ്ങിയ പൂർവികരുടെ കല്ലറകളിൽ വാഴ്ത്തിയ വെള്ളം തെളിയിച്ച് വിശ്വാസികൾ പ്രാർത്ഥന നടത്തി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികൾ കല്ലറകളിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയിരുന്നു. സ്ഥലത്തെ ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഓഫീസർ M. മഹേന്ദ്രൻ സിംഗിന്റെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷയും ഒരുക്കി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ അനീതേ ഞായർ ആചരിച്ചു. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം പള്ളിക്കകത്ത് പ്രത്യേകം തയ്യാറാക്കിയ പ്രതീകാത്മക ഖബറിൽ വന്ധ്യ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ, വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ എന്നിവർ പ്രത്യേക പ്രാർത്ഥന നടത്തി. വലിയ നോമ്പിനോടനുബന്ധിച്ചുള്ള പെത്രേത്രോ ഞായറാഴ്ച മുമ്പുള്ള ഞായറാഴ്ചയാണ് സഭ സകല മരിച്ചുപോയവരുടെയും ഓർമ്മദിനമായി അനീതേ ഞായർ ആചരിക്കുന്നത്. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂൾ 65-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മഴവിൽ സന്ധ്യ എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീല അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലിം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത മുല്ലപ്പള്ളി, പഞ്ചായത്ത് അംഗം രേഷ്മ PR, സീനിയർ അധ്യാപിക പാർവതി, വിദ്യാർത്ഥി പ്രതിനിധി ധ്യാൻ അരുൺ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ഫസലുർ റഹ്മാൻ, നിർമ്മല എന്നിവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്റ്റാഫ് സെക്രട്ടറി ദീപ്തി ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അധ്യാപകരായ വിദ്യ, ധന്യ, സപ്ന, സൽമ, സരിത എന്നിവർ നേതൃത്വം നൽകി. പ്രധാന അധ്യാപിക ജിഷ PV സ്വാഗതവും PTA പ്രസിഡന്റ് MA അഭിലാഷ് നന്ദിയും പറഞ്ഞു. പുതുശ്ശേരി അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം തിങ്കളാഴ്ച. താളമേളവാദി വിസ്മയം തീർക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പ്രാദേശിക കമ്മിറ്റികൾക്കായി കേരളത്തിലെ പ്രമുഖ ഗജവീരന്മാർ അണിനിരക്കും. പൂരത്തിന്റെ തത്സമയ സംപ്രേഷണം CCTV പ്രാദേശികം ചാനലിലൂടെ ആസ്വദിക്കാം. തിങ്കളാഴ്ച രാവിലെ നട തുറക്കലിനു ശേഷം നിർമ്മാല്യ ദർശനം, ഉഷപൂജ, നടക്കൽപ്പറ, ഉച്ചപൂജ എന്നീ ചടങ്ങുകൾ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് പുതുശ്ശേരി കുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ അയ്യങ്കുളങ്ങര ഭഗവതിയുടെ തിടമ്പേറ്റും. തട്ടകത്തെ 17 പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ നാട്ടിടവഴികളിലൂടെ പ്രദക്ഷിണം നടത്തി 4 മണി മുതൽ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും. ഉച്ചതിരിഞ്ഞ് 5:30 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് പാണ്ടിമേളത്തിൽ കുമ്പളങ്ങാട് രാമചന്ദ്രൻ പ്രമാണിത്വം വഹിക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി കേശവൻ, ചിറക്കൽ കാളിദാസൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, ആമ്പാടി ബാലൻ, ചെർപ്പുളശ്ശേരി രാജശേഖരൻ ഉൾപ്പെടെ 35ഓളം ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. പാരമ്പര്യവേലകളും തെയ്യം ഘോഷങ്ങളും പൂരാഘോഷത്തിന് മാറ്റേകി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. ദീപാരാധനയ്ക്കും 7 മണിക്ക് നടക്കൽപ്പറയ്ക്കും ശേഷം വൈകിട്ട് 7:30 പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേളയും നടക്കും. 8 മണിക്ക് താങ്കോലപ്പറമ്പ് ക്ഷേത്രത്തിൽ പറയും. 8:15 അത്താഴപൂജയും ഉണ്ടാകും. തുടർന്ന് രാത്രി 10 വൈക്കം ചന്ദ്രൻ, ചെർപ്പുളശ്ശേരി ശിവൻ, പാഞ്ഞാൾ വേലുകുട്ടി, മച്ചാട് ഉണ്ണിനായർ, തൃശൂർ രാധാകൃഷ്ണൻ എന്നിവരുടെ പ്രമാണിത്വത്തിൽ ക്ഷേത്രത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം ഉണ്ടാകും. ചൊവ്വാഴ്ച പുലർച്ചെ 1:30 ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. തുടർന്ന് 4 മണിക്ക് പൂരാവർത്തനവും 5:15 കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. 7 മണിക്ക് പാന, ഗുരുതിതർപ്പണം എന്നീ ചടങ്ങുകൾക്ക് ശേഷം നട അടയ്ക്കും. പൂരാഘോഷത്തിന് ഭാരവാഹികളായ PV ചന്ദ്രശേഖരൻ, UK ബിനീഷ്, CS ജിജി, MA പ്രകാശൻ, KB ലതീഷ് എന്നിവരടങ്ങിയ ദേവസ്വം ഭരണസമിതി നേതൃത്വം നൽകും. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിച്ചു. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാണ് ആഘോഷിച്ചത്. തിരുനാൾ കുർബാനയ്ക്ക് സെന്റ് മേരീസ് മൈനർ സെമിനാരി റക്ടർ ഫാദർ ജോയ് പുത്തൂർ മുഖ്യ കാർമ്മികനായി.
ഫാദർ ജോമോൻ മുരിങ്ങത്തേരി തിരുനാൾ സന്ദേശം നൽകി. ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ബെന്നി ചിറ്റ്ലപ്പിള്ളി SDV സഹകാർമ്മികനായി. വൈകിട്ട് ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ, കൈക്കാരന്മാരായ KA ബേബി, ജോയ് ആന്റണി, MK ജോഷി, KA രാജു, തിരുനാൾ കൺവീനർ MK ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിൽ മാസങ്ങളായി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സേവനമില്ലാത്തതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങളടക്കമുള്ള സേവനങ്ങൾക്ക് പ്രതിസന്ധി. ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തം. പുതിയ ഭരണസമിതി അധികാരമേറ്റെടുക്കും മുമ്പ് തന്നെ ഇവിടെയുണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലം മാറിയിരുന്നു. ഒഴിവ് വന്ന തസ്തികയിൽ പിന്നീട് ആരെയും നിയമിച്ചില്ല. പകരം ഒരുമനയൂർ പഞ്ചായത്തിലെ AEക്ക് അധിക ചുമതല നൽകിയിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഇവരുടെ സേവനം പുന്നയൂർക്കുളം പഞ്ചായത്തിൽ ലഭ്യമാകുന്നത്. ഇക്കാരണത്താൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ പൂർത്തിയാക്കാനും പൂർത്തിയായവ നിർവഹണത്തിനുള്ള എസ്റ്റിമേറ്റും പ്ലാനും പാസാക്കാനും ബില്ലുകൾ മാറാനും കാലതാമസം നേരിടുന്നു. പഞ്ചായത്ത് ഭരണസമിതിക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ AEയെ നിയമിക്കാൻ കഴിയുമെങ്കിലും പദ്ധതി നിർവഹണം സാധ്യമല്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും മുമ്പേ ഗ്രാമപഞ്ചായത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുകയും ഗ്രാമസഭകളും വികസന സമിതിയും ചേർന്ന് പദ്ധതി നിർവഹണത്തിനുള്ള എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി സമർപ്പിക്കേണ്ടതുണ്ട്. അടിയന്തരമായി അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടിട്ടും നടപടിയൊന്നുമില്ല. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികൾ ശ്രദ്ധേയമാകുന്നു. ഈ മാസം 4-നാണ് ഉത്സവത്തിന് കൊടിയേറിയത്. കൊടിയേറ്റം മുതൽ ഉത്സവം വരെ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നത്. ശനിയാഴ്ച രാത്രി കലാമണ്ഡലം പ്രീജയും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ അരങ്ങേറി. കിരാതം കഥയാണ് അവതരിപ്പിച്ചത്. തുടർന്ന് ഷൺമുഖൻ തെച്ചിയിലിന്റെ വില്ലിന്മേൽ തായമ്പകയും അരങ്ങേറി. പ്രസിഡന്റ് രാധാകൃഷ്ണൻ പൊറ്റയിൽ, സെക്രട്ടറി കൃഷ്ണേന്ദ സുന്ദർ, ദയാനന്ദൻ തറയിൽ, പ്രേമൻ തലപ്പുള്ളി, ഷാജി അതിരിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 13-നാണ് ഉത്സവം. CPI വടക്കേക്കാട് ലോക്കൽ തല പ്രവർത്തക കൺവെൻഷൻ നടത്തി. ഞമനേങ്ങാട് കൊടമന സ്മാരക മന്ദിരത്തിൽ ചേർന്ന കൺവെൻഷൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം VU റഹീം അധ്യക്ഷനായി. മണ്ഡല കമ്മിറ്റി അംഗങ്ങളായ AM സതീന്ദ്രൻ, VM മനോജ്, നാസർ ഗുരുവായൂർ, ലോക്കൽ സെക്രട്ടറി സുധീഷ് അമരായിൽ എന്നിവർ സംസാരിച്ചു. പുന്നയൂർക്കുളം നയന ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നേത്രപരിശോധനയും തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ന്യൂ LP സ്കൂളിൽ നടന്ന ക്യാമ്പ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് N ദിലീപ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ജ്യോതി, AK പുഷ്പാകരൻ, MV പ്രേംരാജ്, VK പ്രകാശൻ, PD പ്രജീഷ്, TS വിനയൻ, ഗിരീഷ്, സജിത, ശ്രുതി, അനിൽ, KV ജിതേഷ് കുമാർ, കോർഡിനേറ്റർ വൈശാഖ് എന്നിവർ പങ്കെടുത്തു. വായനശാല സെക്രട്ടറി P പ്രദീപ് മാസ്റ്റർ സ്വാഗതവും TC സുരേഷ് നന്ദിയും പറഞ്ഞു. ഫെബ്രുവരി 12-ന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ ചാവക്കാട് മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുതുവട്ടൂർ റെഡ് ഹൌസിൽ നടന്ന കൺവെൻഷൻ CITU ഏരിയ പ്രസിഡന്റ് KM അലി ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ സെക്രട്ടറി PS അശോകൻ അധ്യക്ഷനായി. CITU മുനിസിപ്പൽ കോർഡിനേഷൻ കൺവീനർ KC സുനിൽ, കർഷക സംഘം മേഖലാ പ്രസിഡന്റ് KR മോഹനൻ, കർഷക തൊഴിലാളി യൂണിയൻ മേഖലാ പ്രസിഡന്റ് CG സതീശൻ, MM സുമേഷ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി MB രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തിറയും തെയ്യവും കരിങ്കാളിയും നിറഞ്ഞാടിയ ആൽത്തറ കുണ്ടനി ദണ്ഡൻസ്വാമി ക്ഷേത്രത്തിലെ വേല മഹോത്സവം വർണ്ണാഭം.
വേലമഹോത്സവത്തിന്റെ ഭാഗമായി മകരം 18 ഫെബ്രുവരി 1 പ്രത്യേക പൂജകൾക്ക് ശേഷം മേൽശാന്തി പ്രഭാകരൻ ആറ്റുപുറത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രം ചെയർമാൻ CK ഷൺമുഖൻ കൊടിയേറ്റം നിർവഹിച്ചു. അന്നേ ദിവസം രാത്രി 9:30 പരൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച നാട്ടുതാലം ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കലാസന്ധ്യ, നാടൻപാട്ട്, ഗാനമേള തുടങ്ങിയവ ഉണ്ടായിരുന്നു. വേല ദിവസമായ ശനിയാഴ്ച രാവിലെ പറവെപ്പ്, പ്രസാദഊട്ട് എന്നിവ ഉണ്ടായി. വൈകിട്ട് 5 മണി മുതൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 200ഓളം തിറകൾ, 100ഓളം കരിങ്കാളികൾ, തെയ്യം കാവടി തുടങ്ങിയവ ക്ഷേത്ര മൈതാനിയിൽ സംഗമിച്ചു. തുടർന്ന് വേലകയറ്റം നടന്നു. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി പ്രഭാകരൻ ആറ്റുപുറം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രി 9 ഐശ്വര്യ കലാസാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി നാടകവും ഉണ്ടായി. ആഘോഷങ്ങൾക്ക് പ്രസിഡന്റ് KM പ്രകാശൻ, സെക്രട്ടറി MG സന്തോഷ്, ട്രഷറർ CV പ്രസാദ്, രക്ഷാധികാരികളായ TP ഉണ്ണി, KM നിർമ്മലൻ, കറുപ്പൻ, PK അർമുഖൻ, മാതൃസമിതി പ്രസിഡന്റ് സീന സുരേഷ്, സെക്രട്ടറി രജിത സത്യൻ, ട്രഷറർ പ്രേമ ബാലകൃഷ്ണൻ തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. യുവജന വിരുദ്ധ കേരള വിരുദ്ധ യൂണിയൻ ബജറ്റിനെതിരെ ഡിവൈഎഫ്ഐ കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ കേന്ദ്ര ബജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം മേഖലാ ട്രഷറർ അനുമോൻ C തമ്പി ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി അനീക് MV അധ്യക്ഷനായി. കമ്മിറ്റി അംഗങ്ങളായ ഷമീർ KK സ്വാഗതവും അഭിരാജ് KA നന്ദിയും പറഞ്ഞു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മരത്തങ്കോട് വഴിയമ്പലം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് നിർവഹിച്ചു. 16-ാം വാർഡ് മെമ്പർ മിനി അനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സുഗിജ സുമേഷ്, PA ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം വിഷയകുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ ജോൺസൺ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം അബ്ദുൾ റഹീം സ്വാഗതവും ഗുണഭോക്തൃ സമിതി അംഗം ഫ്രാൻസിസ് കൊള്ളന്നൂർ നന്ദിയും പറഞ്ഞു. പ്രദേശത്ത് രൂക്ഷമായിരുന്ന കുടിവെള്ള പ്രശ്നത്തിനാണ് പദ്ധതിയിലൂടെ പരിഹാരമാകുന്നത്. ചമ്മന്നൂർ ടീം തിരിവും ട്രൂ കെയർ നീതി ലാബും സംയുക്തമായി സൗജന്യ രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അമൽ സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന നീതി ലാബിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ തൈറോയ്ഡ്, കൊളസ്ട്രോൾ, ഷുഗർ, ക്രിയാറ്റിൻ തുടങ്ങി 8ഓളം പരിശോധനകളാണ് സൗജന്യമായി ചെയ്തു നൽകിയത്. നിരവധി പേർ പങ്കെടുത്തു. ടീം തിരിവ് പ്രസിഡന്റ് ഫൈസൽ മുതലക്കുളങ്ങര, രക്ഷാധികാരി അമൽജിത്ത്, സെക്രട്ടറി ജിനീഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിഷ്ണു, P ഷഫീഖ്, സുധീഷ്, K ഷിഹാബ്, രാഘവൻ M, റഷീദ്, ട്രൂ കെയർ പ്രതിനിധി ശ്രുതി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിപണി. എരുമപ്പെട്ടി ബീന ആർക്കേഡ് ബിൽഡിംഗിൽ അവന്യൂ ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രവർത്തനം ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സ്ഥാപനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു. എയർ ടിക്കറ്റിംഗ്, പാസ്പോർട്ട് സർവീസ്, വിസ അസിസ്റ്റൻസ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, ഇൻഷുറൻസ്, കറൻസി എക്സ്ചേഞ്ച്, ടൂർ പാക്കേജുകൾ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ വളരെ എളുപ്പത്തിലും വിശ്വാസ്യതയോടെയും ലഭ്യമാക്കുന്നതാണ്. വിശ്വാസ്യതയും കാര്യക്ഷമതയും മുൻനിർത്തി ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്ന് പ്രൊപ്പറേറ്റർമാരായ അനശ്വര സജിത്ത്, പ്രീതി രാജേഷ് എന്നിവർ അറിയിച്ചു. ഫോൺ നമ്പർ 9526317421, 9961007168. SNDP യോഗം 6019 നമ്പർ തയ്യൂർ ശാഖയുടെ വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും ശാഖാ മന്ദിരത്തിൽ വെച്ച് നടന്നു. തലപ്പള്ളി യൂണിയൻ സെക്രട്ടറി TR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് AV കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് MS ധർമ്മരാജൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് AV കൃഷ്ണകുമാർ, സെക്രട്ടറി NA ജിതിൻ എന്നിവരെ തെരഞ്ഞെടുത്തു. LLB പരീക്ഷയിൽ വിജയിച്ച
NP ശ്രീകൃഷ്ണ, വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ശാഖാ കുടുംബാംഗമായ ബിന്ദു നന്ദൻ എന്നിവരെ ആദരിച്ചു. ചരമം ഗുരുവായൂർ മാവിൻചുവട് തൈവളപ്പിൽ പുഷ്പാങ്കദൻ നിര്യാതനായി 82 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പ്രേമവിലാസിനി ഭാര്യയും ബോഷി, ജോഷി, ഘോഷ്, മിഷ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ചൊവ്വന്നൂർ വിളക്കുംതറ അമ്മാട്ട് കൊച്ചുണ്ണി നിര്യാതനായി 83 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. സരോജിനി ഭാര്യയും മനോജ്, മൈജ, ജലജ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ഫീൽഡ് നഗർ പരേതനായ മുണ്ടന്തറ ചക്കുണ്ണി മകൻ ശാന്തൻ നിര്യാതനായി 58 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. രാധ ഭാര്യയും അഭിജിത്ത്, അഞ്ജന എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആവേശാരവങ്ങളിൽ ആറാടി ചീരംകുളം താലപ്പൊലി ആഘോഷം. ദേവസ്വം ഉൾപ്പെടെ 26 കമ്മിറ്റികളിൽ നിന്നായി കൂട്ടി എഴുന്നള്ളിപ്പിൽ അണിനിരന്നത് 50ഓളം ഗജവീരന്മാർ. ഊരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം. പെരുമ്പിലാവ് അൻസാർ കോളേജിൽ നടന്നുവരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവം കൊടിയിറക്കത്തിലേക്ക്. കിരീട പോരാട്ടത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റും തൃശൂർ സെന്റ് തോമസും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം. 74 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ ക്രൈസ്റ്റിന് 190ഉം സെന്റ് തോമസിന് 183 പോയിന്റുകൾ. കലാമേളത്തിന് നാളെ പരിസമാപ്തിയാകും. കുന്നംകുളം നഗരത്തിലെ മെഡിക്കൽ ഹോൾസെയിൽ വ്യാപാര സ്ഥാപനത്തിൽ ശനിയാഴ്ച രാത്രിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ CMS സ്കൂളിന് എതിർവശത്തുള്ള MC അവന്യൂവിലെ മെഡിക്കൽ ഹോൾസെയിൽ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്ന് നിഗമനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും വിവാഹത്തിനും അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. മകരമാസത്തിലെ അവസാന ഞായറാഴ്ചയായതിനാലാണ് വിവാഹ തിരക്ക് വർദ്ധിച്ചത്. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി. എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.